നല്ലൊരു കറി ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. അതുകൊണ്ട് വേഗം നോക്കിക്കോ. തേങ്ങ വറുത്തരച്ച ഒരു സൂപ്പർ ചക്കക്കറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ പകുതി ചക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചക്ക എന്ന് പറഞ്ഞാൽ ചെറിയ ഇടിച്ചക്കയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 1.5 സവോളയും പിന്നെ കുറച്ച് മസാലയും കൂടി അങ്ങ് തിരുമ്മി അങ്ങോട്ട് പിടിക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി, പിന്നെ കുറച്ച് ജീരകവും പെരിഞ്ജീരകവും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കറുവപ്പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, കറിവേപ്പില, കുറച്ച് സവോള ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കുക. തേങ്ങ ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഇപ്പം അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് നമുക്ക് മല്ലിയുടെ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറാണ് ട്ടോ. ഇതും കൂടെ മൊരിയിച്ച് തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി കാശ്മീരി 1 ടേബിൾ സ്പൂൺ കാശ്മീരിയും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കുക. തീ ഓഫായിരിക്കണം. 3 വിസിൽ വന്നപ്പോഴേക്കും നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പൊടിയണം. ഇത് നന്നായിട്ട് പൊടിഞ്ഞ ശേഷം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നല്ല ക്രീമി രൂപത്തിൽ ഈ പേസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ പേസ്റ്റ് റെഡിയായി. ഇത് നമുക്ക് കറിയിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് വടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ് നമ്മുടെ കടുക് വറുത്ത് ചേർക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അങ്ങനെ എൻ്റെ തേങ്ങ വറുത്തരച്ച ചക്കക്കറി ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായം പറയണം. ഓക്കെ ബൈ.